അപ്പൊ നമ്മളിത് രാവിലെ 9 മണിക്ക് കണ്ണു തുറക്കുന്ന പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പൊ രാവിലെ തന്നെ നോക്കിയപ്പോ അമ്മ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഉപകാരമോ. രാവിലെ ചോറുണ്ടില്ലെങ്കിൽ എനിക്ക് എന്തൊരു മനപ്രയാസമാണ്. അത് പാനേനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ചോറുണ്ടില്ലെങ്കിൽ എന്തൊരു വിമ്മിഷ്ടാണ്. നമ്മൾ ചോറും എല്ലാം കഴിച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ. സിനിമയാണെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മളൊരു മാങ്ങാപ്പഴം കഴിച്ചു. ഏതായാലും ടി വിയിൽ നല്ല സിനിമയുണ്ട്, അന്ന് നമുക്ക് ബിസ്ക്കറ്റും കടിച്ചു പറിച്ച് ഇങ്ങനെ ഇരിക്കാന്ന് ഞാൻ വിചാരിച്ചു. പട്ടി ബിസ്ക്കറ്റോ? അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ റംബൂട്ടാൻ എടുത്തു പോയി അതിൽ തല്ലി പറിച്ച് 2 കണം കഴിച്ചു. കഴിച്ചപ്പോഴേക്കും പിന്നെയും ചോറുണ്ടാറായി. ചോറ് നമ്മൾ രാവിലെ തന്നെ ഉണ്ടതുകൊണ്ട് പിന്നെ എങ്ങനെ ചോറുണ്ട്. അങ്ങനെ കുറച്ച് അപ്പം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പം മുട്ടയും ഇങ്ങനെ ഞാൻ അപ്പം മുട്ടയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഹോസ്റ്റലിലെ കാര്യം വെറുതെ ഓർത്തു. വേണ്ടാത്ത ഓരോ ചിന്തകളെ. അവിടെ ഞാൻ വിശക്കുമ്പോൾ പപ്പേനെ വിളിക്കും. പപ്പയെ വിശക്കുന്നുണ്ട്, കാശിട്ടായോ, എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ. അപ്പൊ പപ്പ ചോദിക്കും നീ തിന്നാനാണ് പോയി പഠിക്കാനാണ്? അപ്പൊ ഞാൻ പപ്പയോട് ചോദിക്കും പപ്പയ്ക്ക് അറിയത്തില്ലേ തിന്നാൻ? നമ്മൾ ലോൺ എടുപ്പിച്ചിട്ടാണെങ്കിൽ ഫുഡ് കഴിച്ചോണം. അതാണ് എന്റെ തീർ. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പി തിന്നാന്നിങ്ങനെ വിചാരിച്ചിരുന്നു. ഇപ്പിയൊക്കെ തിന്നു കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോ എന്താ സൊമാറ്റോയിൽ ഓഫർ. എന്നാ പിന്നെ മന്തി കഴിച്ചാലോ എന്നിങ്ങനെ ചിന്തിച്ചു. നോക്കിയപ്പോ ഓഫറും ഉണ്ട്. അങ്ങനെ ഒരു മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നു. അമ്മ വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം അമ്മയുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ വഴക്ക് കൂടുന്ന അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. മാമ്പഴം നിന്നോണ്ട് അമ്മയായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയാ നീ തിന്നുന്നെങ്കിൽ നിനക്ക് കല്യാണം ആലോചിച്ച് വരുന്ന ആൾക്കാർ എന്തായാലും സ്ത്രീധനം ഇരട്ടി ചോദിക്കാനാണ് ചാൻസ്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല.